ഈ കാണുന്ന ഗോൾഡ് ചെയിന് 2019 ഡിസംബർ മാസം വാങ്ങുമ്പോൾ ഒരു പവന് 28,000 രൂപയായിരുന്നു. പണിക്കൂലിയും ചേർത്ത് 62,000 രൂപയ്ക്ക് വാങ്ങിയ ഈ മാല ഇന്ന് ഞാൻ വിറ്റാല് എനിക്ക് ചുരുങ്ങിയത് 1,80,000 രൂപ കിട്ടും. അതായത് 100+% റിട്ടേൺസ് ആണ്. അപ്പോ നിങ്ങൾ ചോദിക്കും, 5 വർഷത്തിൽ ഇത്രയും എമൗണ്ട് അല്ലേ കിട്ടിയത്, ഇതിനാണപ്പോ ഇത്ര വലിയ കാര്യമാക്കണമെന്ന് പറയും. കാര്യമുണ്ട്. ഗോൾഡ് വില അതിന്റെ ബുൾ റാലി തുടരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ വൈ ഗോൾഡ്? എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില കയറുന്നത്? ഗോൾഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 100 രൂപ മുതൽ ജ്വല്ലറിയിലല്ലാതെ ടാക്സ് ലാഭത്തോടു കൂടി ഗോൾഡിൽ എങ്ങനെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം? ഗോൾഡിന്റെ വില നിർണ്ണയിക്കുന്നത് ആരാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് തുടങ്ങി ഗോൾഡിനെ കുറിച്ച് അറിയേണ്ട പ്രധാന കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ അവസാനിപ്പിക്കാം. ആദ്യമേ പറയാം, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു പരസ്യമല്ല. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപകാരപ്പെടും. അപ്പൊ ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ആയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, മോസ്റ്റ് വെൽക്കം ആൻഡ് ലവ് യു ഓൾ. മൈ നെയിം ഈസ് അപ്പൊ ഇന്ന് ചരിത്ര റെക്കോർഡിട്ട് ഈ വീഡിയോ ചെയ്യുന്ന ഈ ദിവസത്തില് ഒരു പവൻ സ്വർണത്തിന് 91,040 രൂപ ആയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മറ്റ് ലോഹങ്ങളിൽ നിന്നും സ്വർണത്തെ വ്യത്യസ്തമാക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമതായിട്ട്, സ്വർണം ഒരു സേഫസ്റ്റ് ഫിനാൻഷ്യൽ അസറ്റ് ആണെന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന കാരണം സ്വർണത്തിന്റെ കെമിക്കലിയും ഇന്റലക്ച്വലുമായിട്ടുള്ള സവിശേഷതകളാണ്. അതായത് രാസപരവും ഭൗതികപരവുമായിട്ടുള്ള സവിശേഷതകളാണ് സ്വർണത്തിന് സ്ഥിരതയും വിശ്വാസ്യതയും നൽകുന്നത്. ആദ്യം തന്നെ രാസപരമായ, അതായത് കെമിക്കൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സീക്രട്ട് ഓഫ് ഡ്യൂറബിലിറ്റി, കേടുകൂടാതെ ഇരിക്കുന്നതിന്റെ രഹസ്യം എന്നത് സ്വർണത്തിന്റെ അറ്റോമിക് സ്ട്രക്ചർ കാരണം ഇത് വളരെ കുറഞ്ഞ പ്രതിപ്രവർത്തന ശേഷി മാത്രമാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സ്വർണത്തെ അപേക്ഷിച്ച് മറ്റ് ലോഹങ്ങൾ, ഉദാഹരണത്തിന് വെള്ളി, ചെമ്പ്, പിച്ചള പോലുള്ള ലോഹങ്ങള് അന്തരീക്ഷത്തിലെ ഓക്സിജൻ, ഈർപ്പം, സൾഫർ എന്നിവയുമായി എളുപ്പത്തിൽ പ്രതികരിച്ച് കറുത്തുപോവുകയോ തുരുമ്പെടുക്കുകയോ ചെയ്യും. എന്നാൽ ഈ പ്രതിപ്രവർത്തനങ്ങളെ അക്വറേജിയ പോലുള്ള ശക്തമായ ക്ലോറിൻ അടങ്ങിയ ലായനികൾ ഒഴികെ മിക്ക ആസിഡുകളോടും ബേസുകളോടും സ്വർണം അതിശക്തമായി പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രത്യേകതയാണ് സ്വർണത്തെ ഒരു മികച്ച ദീർഘകാല നിക്ഷേപമായി നിലനിർത്തുന്നത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ സ്വർണത്തിന് നോബൽ മെറ്റൽ എന്ന പദവി ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച സ്വർണ്ണാഭരണങ്ങൾ പോലും അതിന്റെ തിളക്കം നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നത് ഈ രാസപരമായ സവിശേഷത കൊണ്ടാണ്. ഭരണകൂടങ്ങളും കറൻസികളും മാറിമറിയുമ്പോഴും സ്വർണം അതിന്റെ മൂല്യം നിലനിർത്തുന്നു. ഇത് തന്നെയാണ് ആഗോളതലത്തിൽ നിക്ഷേപകർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വർണത്തെ ആശ്രയിക്കുന്നതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന്. അടുത്തതായിട്ട്, ഗോൾഡിന്റെ ഭൗതിക സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ ഡെൻസിറ്റി, അഥവാ മറ്റ് ലോഹങ്ങളെ അപേക്ഷിച്ച് സ്വർണത്തിന് ഉയർന്ന സാന്ദ്രതയാണുള്ളത്. എന്ന് വെച്ചാൽ ഒരു ക്യൂബിക് സെന്റിമീറ്റർ അളവിലുള്ള ശുദ്ധമായ സ്വർണ്ണ കട്ടിക്ക് 19.3 ഗ്രാം ഭാരമുണ്ട്. അതായത് ഇത്രയധികം ഭാരമുള്ള ഒരു ലോഹം ഈ ലോകത്ത് വേറെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഉയർന്ന സാന്ദ്രത സ്വർണത്തിന് ഉള്ളത് കാരണം സ്വർണ്ണ തട്ടിപ്പുകൾ തടയാൻ എളുപ്പമാണ്. കാരണം സ്വർണത്തിന്റെ ഭാരം എന്നത് തിരിച്ചറിയൽ പ്രക്രിയയിലെ ഒരു പ്രധാന ടെസ്റ്റാണ്. ഇത് കൂടാതെ സ്വർണത്തിന്റെ റാ മെറ്റീരിയൽ വളരെ സോഫ്റ്റും ആവശ്യാനുസരണം വലിച്ചു നീട്ടാൻ കഴിയുന്നതുമാണ്. അതായത് ഇതിനെ എളുപ്പത്തിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും നേരിയ കമ്പികളായി വലിച്ചു നീട്ടാനും അടിച്ച് പരത്താനും സാധിക്കും. പഠനങ്ങൾ പ്രകാരം 1 ഔൺസ് സ്വർണം ഏകദേശം 2000 കിലോമീറ്റർ നീളമുള്ള വയറാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന്റെ അളവിനെ ഔൺസ് ആയിട്ടാണ് അളന്നുകൊണ്ടിരിക്കുന്നത്. 1 ഔൺസ് ഏകദേശം 4 പവന്റെ അടുത്ത് വരും. എക്സാക്ട് ആയിട്ട് നോക്കുകയാണെങ്കിൽ 3.88 പവനായിട്ട് വരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 4 പവൻ ഗോൾഡ് ഉണ്ടെങ്കിൽ 2000 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു വയറുണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാല് ആകെ 560 കിലോമീറ്റർ നീളം വരുന്ന കേരളത്തിന്റെ 4.5 മടങ്ങ് കൂടുതലാണിത്. ഇത്രയ്ക്കും ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ആഭരണങ്ങൾക്കൊക്കെ ഇത്രയും ഭംഗിയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആകൃതിയും വരുന്നത്. ഇനി ഇതെല്ലാം കൂടാതെ ഗോൾഡ് ഒരു ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു ലോഹം കൂടിയാണ്. എന്ന് വെച്ചാല് ഉയർന്ന വൈദ്യുത ചാലകത. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഡെന്റൽ ഫില്ലിങ്ങുകളിലൊക്കെ വ്യാപകമായിട്ട് ഈ ഗോൾഡ് ആണ് ഉപയോഗിക്കുന്നത്. ഡെന്റൽ ഫില്ലിംഗ് എന്ന് വെച്ചാൽ സ്വർണ്ണപ്പല്ല് എന്നൊക്കെ പറയില്ലേ, ചിലർ അതൊക്കെ കാണുമ്പോൾ പണത്തിന്റെ ഹുങ്ക് എന്നൊക്കെ പറയും. എന്നാൽ സത്യത്തിൽ നമ്മൾ മരിച്ച് നമ്മുടെ തലയോട്ടി വരെ ദ്രവിച്ചു പോയാലും ആ സ്വർണ്ണപ്പല്ല് നമ്മൾ എവിടെയാണോ അടക്കിയത് അവിടെ കാലാകാലങ്ങളായിട്ട് കിടക്കും എന്നുള്ളതാണ്. അപ്പൊ ബോഡി കത്തിക്കുകയാണെങ്കിലോ എന്ന് ചോദിക്കുന്നവരോട്, ആ ഗോൾഡ് അവിടെ കിടന്ന് ഉരുകി ആകൃതി മാറുമെന്നല്ലാതെ നശിക്കുന്നില്ല. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര കേന്ദ്ര ഭരണങ്ങളും വലിയ സമ്പന്ന രാജ്യങ്ങളും എല്ലാം സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ശത്രു രാജ്യങ്ങൾ യുദ്ധത്തിന് തയ്യാറായി അനുഭവം വിട്ടാൽ പോലും അവരുടെ ഖജനാവുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഉരുകിയ സ്വർണം റീസ്റ്റോർ ചെയ്തിട്ട് അവരുടെ രാജ്യത്തിനെ റീകൺസ്ട്രക്ട് ചെയ്യും. അപ്പൊ സ്വർണത്തിന്റെ സവിശേഷതകൾ അറിഞ്ഞല്ലോ. ഇനി സ്വർണ്ണവില കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വർണ്ണവില നിലവിൽ റെക്കോർഡ് നിലയിൽ തുടരുന്നതിന്റെ പ്രധാന കാരണം എന്നത് ഒരൊറ്റ ഘടകമല്ല എന്ന് മനസ്സിലാക്കുക, മറിച്ച് ആഗോളതലത്തിൽ ശക്തമായ 4 ഘടകങ്ങൾ പരസ്പരം ബന്ധിതമായി പ്രവർത്തിക്കുന്നതാണ്. ആദ്യം തന്നെ ജിയോ പൊളിറ്റിക്സും സേഫ് ഹാവൻ ഡിമാൻഡും എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ജിയോ പൊളിറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആഗോളതലത്തിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളൊക്കെ വരും. അതായത് അമേരിക്ക ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്തില്ലേ, അതുപോലെ ഇനി എന്താണ് അമേരിക്ക ഗവൺമെന്റ് ഷട്ട് ഡൗൺ എന്നും എന്തിനാണ് അമേരിക്ക അവരുടെ സർക്കാർ അടച്ചുപൂട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട്
ഈ ചാനലിൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. വീഡിയോ കാണാനായിട്ട് ഞാൻ അവിടെയും കാർഡായിട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലുള്ള അടച്ചുപൂട്ടലുകള്, യുദ്ധങ്ങള്, ട്രേഡ് പോളിസികളിലെ മാറ്റങ്ങള്, ഇതെല്ലാം സ്വർണ്ണവില വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളാണ്. ഓഹരി വിപണികളിലും മറ്റ് റിസ്ക് ഉള്ള അസറ്റുകളിലും നിക്ഷേപിക്കാൻ ഭയക്കുന്നവര് തങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമായി സൂക്ഷിക്കാൻ സ്വർണത്തെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് സ്വർണത്തെ ഒരു സേഫ് ഹാവൺ അസറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഡി ഡോളറൈസേഷൻ സിഗ്നൽ എന്ന് പറയും. അതായത് സ്വർണ്ണവില ഔൺസിന് $4000 കടന്നത് അമേരിക്കൻ ഡോളറിലുള്ള വിശ്വാസം കുറയുന്നതിന്റെ വ്യക്തമായ സൂചനയായിട്ട് കണക്കാക്കാം. ലോകമെമ്പാടുമുള്ള നിക്ഷേപരും സ്ഥാപനങ്ങളും തങ്ങളുടെ പോർട്ട്ഫോളിയോകളിൽ ഡോളറിൽ നിന്ന് ഡിവേഴ്സിഫൈ ചെയ്യാനായിട്ട് സ്വർണത്തെ ഒരു ബദലായിട്ട് കാണുന്നു. ഇതൊരു ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് പലിശ നിരക്കുകളും പണപ്പെരുപ്പവും എന്താണെന്ന് നോക്കാം. ഇൻഫ്ലേഷൻ ഹെഡ്ജ് അഥവാ പണപ്പെരുപ്പം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള പണത്തിന്റെ വാങ്ങൽ ശേഷി, അതായത് പർച്ചേസിംഗ് പവർ കുറയുന്നു. ഇനി എന്താണ് ഈ പണപ്പെരുപ്പം? ഇന്ന് നിങ്ങൾക്ക് 100 രൂപയ്ക്ക് ഒരു ഗ്രില്ലഡ് സാൻഡ്വിച്ച് വാങ്ങാൻ കഴിയുന്നു എന്ന് കരുതുക. എന്നാൽ ഒരു വർഷത്തേക്കുള്ള പണപ്പെരുപ്പ് നിരക്ക് 10% അടുത്ത വർഷം ഇതേ ഗ്രില്ലഡ് സാൻഡ്വിച്ച് വാങ്ങാൻ നിങ്ങൾ 110 രൂപ നൽകേണ്ടി വരും. ഇവിടെ 100 എന്ന തുകയുടെ വാങ്ങൽ ശേഷി കുറയുകയും അതേ സാധനത്തിന് കൂടുതൽ പണം നൽകേണ്ടി വരുന്നു. ഇതാണ് പണപ്പെരുപ്പം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വർണം കാലക്രമേണ ഈ പണപ്പെരുപ്പത്തിനെതിരെ നിക്ഷേപകരെ സംരക്ഷിക്കുന്നു. അതായത് പണപ്പെരുപ്പം കൂടുമ്പോൾ സ്വർണ്ണവിലയും കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ വർഷം നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ 1 ലക്ഷം രൂപ നിങ്ങൾ എവിടെയും ഇൻവെസ്റ്റ് ചെയ്യാതെ ചെലവാക്കാതെ എടുത്തു വെക്കുകയാണെങ്കിൽ ഇവിടെ മുൻപേ പറഞ്ഞ പണപ്പെരുപ്പത്തിന്റെ കാരണത്താൽ ആ 1 ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിച്ച വസ്തുക്കളുടെ വില വർദ്ധിച്ചതിനാൽ നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറയുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉയർന്ന റീറ്റെയിൽ ഇൻഫ്ലേഷന് ഒരു കാരണമായിട്ട് സ്വർണ്ണവിലയുടെ വർധനവിനെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ US ഫെഡറൽ റിസർവ് പോലുള്ള കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. പലിശ നിരക്ക് കുറയുമ്പോൾ ഡോളറിന്റെ മൂല്യം താഴുകയും പലിശ വരുമാനം നൽകാത്ത സ്വർണം കൂടുതൽ ആകർഷകമാകുകയും ചെയ്യുന്നു. കാരണം പലിശ നിരക്ക് കുറയുന്നത് സ്വർണം കൈവശം വെക്കുന്നതിന്റെ നഷ്ടം കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഈ സാമ്പത്തിക ബന്ധമാണ് സ്വർണ്ണവിലയ്ക്ക് കൂടുതൽ ഉയർച്ച നൽകുന്നത്. അടുത്തായിട്ട് സ്വർണ്ണവില ഉയരുന്നതിന്റെ ഏറ്റവും ശക്തമായ ഘടകങ്ങളിൽ ഒന്നാണ് ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകളുടെ റെക്കോർഡ് നിലയ്ക്കുള്ള സ്വർണ്ണ ശേഖരണം. ചൈനയുടെ കേന്ദ്ര ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തങ്ങളുടെ ഗോൾഡ് ഫോൾഡിംഗ്സ് വർദ്ധിപ്പിക്കുന്നുണ്ട്. പോളണ്ട്, തുർക്കി, കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും വലിയ തോതിൽ സ്വർണം വാങ്ങി കൂട്ടുന്നുണ്ട്. ഈ നീക്കം അവരുടെ വിദേശ നാണയ ശേഖരം ഡോളറിൽ നിന്ന് ഡിവേഴ്സിഫൈ ചെയ്ത് സ്വർണത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത്. 2025 മാത്രം ഗോൾഡ് ETF-കളിലേക്ക് എന്ന് വെച്ചാൽ ഗോൾഡിലേക്കുള്ള ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ആഗോള പ്രവാഹം $64 ബില്യൺ കടന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അവൈലബിലിറ്റി കുറയുന്നു. അവൈലബിലിറ്റി കുറയുന്ന സാധനങ്ങളുടെ മൂല്യം സ്വാഭാവികമായിട്ട് കൂടുന്നു. അതുപോലെ തന്നെ ഇന്ത്യ സ്വർണം പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. സ്വർണത്തിന് വില നൽകുന്നത് ഡോളറിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് രൂപയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നു. ഇത് ഇന്ത്യയിൽ സ്വർണത്തിന്റെ വില വർദ്ധിക്കാനുള്ള കാരണമാകുന്നു. കൂടാതെ ഇന്ത്യയിലെയും കേരളത്തിലെയും വിവാഹ സീസണുകളും ദീപാവലി പോലുള്ള ഉത്സവ സീസണുകളിലുമൊക്കെ ശക്തമായ പ്രാദേശിക ഡിമാൻഡ് വില കൂടാനുള്ള ആക്കം കൂട്ടുന്നുണ്ട്. അപ്പോൾ സ്വർണ്ണവില ഇനി കൂടുമോ അതോ കുറയുമോ എന്ന സാധാരണ നിക്ഷേപരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗോൾഡ്മാൻ സാച്ചസ് പോലുള്ള പ്രമുഖ ആഗോള നിക്ഷേപ ബാങ്കുകളുടെ അധികൃതര് സ്വർണത്തിന്റെ ഭാവി വില ഉയർന്ന നിലയിലേക്ക് പരിഷ്കരിച്ചിട്ടുണ്ട്. ഗോൾഡ്മാൻ സാക്സ് 2026 ഡിസംബറോടെ സ്വർണ്ണവില ഔൺസിന് $4900 ആയി ഉയരുമെന്നാണ് പ്രവചിക്കുന്നത്. എന്ന് വെച്ചാൽ എക്സാക്ട് ഒരു പവന് 1,46,007 രൂപ 2026 ലാസ്റ്റ് ആവുമ്പോഴേക്കും ഉയർന്നിരിക്കും എന്നാണ് പറയുന്നത്. ഈ ശക്തമായ പ്രവചനത്തിന് കാരണം ഗോൾഡ് ETF-കളിലേക്കുള്ള തുടർച്ചയായ ഇൻവെസ്റ്റ്മെന്റുകളുടെ പ്രവാഹവും കേന്ദ്ര ബാങ്കുകളുടെ കൂട്ടിയുള്ള വാങ്ങൽ തുടരുമെന്ന പ്രതീക്ഷയുമാണ്. 2026 പോലും കേന്ദ്ര ബാങ്കുകൾ 70 ടൺ സ്വർണം വാങ്ങുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ കയ്യിൽ സ്വർണത്തിന്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പണപ്പെരുപ്പത്തിനെതിരായുള്ള സംരക്ഷണം, സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യതകൾ, ട്രേഡ് പ്രശ്നങ്ങൾ എന്നിവ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വർണത്തിന്റെ ഈ ഘടനാപരമായ വളർച്ച തുടരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. നിലവിലെ ഈ വില വർധനവ് വെറും ചെറിയ കാലത്തേക്ക് മാത്രമുള്ളതല്ല. ഉയർന്ന പണപ്പെരുപ്പത്തോടുള്ള ആഗോള സഹിഷ്ണുത, അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന പൊതു കടങ്ങള്, ഡോളറിൽ നിന്ന് റിസ്ക് കുറയ്ക്കാനുള്ള കേന്ദ്ര ബാങ്കുകളുടെ ശ്രമങ്ങൾ എന്നിവ സ്വർണത്തിന് ദീർഘകാല പിന്തുണ നൽകുന്നുണ്ട്. ഇനി സ്വർണത്തിൽ എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. സ്വർണത്തെ എപ്പോഴും ഞാൻ ആദ്യമേ ചെയിനിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് മാത്രമായി കാണുന്നതാണ് ഒരു ബെറ്റർ ചോയ്സ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിലയിൽ ഭയങ്കര വേരിയേഷൻ, അതായത് കയറ്റ ഇറക്കങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് 5 വർഷത്തേക്കെങ്കിലും കൈവശം വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ സ്വർണ്ണ നിക്ഷേപം അനുയോജ്യമായിട്ടുണ്ടാവുള്ളൂ. കാരണം സ്വർണ്ണം ഒരു പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ മെറ്റീരിയൽ ആണ്. എന്ന് വെച്ചാൽ സ്വർണത്തിന് മറ്റ് പ്രധാന അസറ്റ് ക്ലാസുകളുമായി, ഉദാഹരണത്തിന് സ്റ്റോക്കുകൾ പോലെയുള്ളതുമായിട്ട് വളരെ കുറഞ്ഞതോ നെഗറ്റീവായ ബന്ധം മാത്രമേ ഉള്ളൂ. ഓഹരി വിപണി ഇടിയുമ്പോൾ സ്വർണം സാധാരണയായി ഉയരും.
ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള നിക്ഷേപത്തിന്റെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു. വിദഗ്ധർ സാധാരണയായിട്ട് ശുപാർശ ചെയ്യുന്നത് നിങ്ങളുടെ മൊത്തം നിക്ഷേപത്തിന്റെ 5% മുതൽ 10% വരെ മാത്രം സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുക എന്നതാണ്. ഇതൊരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ നിലനിർത്തുന്നതിനും സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുന്നതിനും സഹായിക്കും. ഇനി സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാനുള്ള 5 പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഫിസിക്കൽ ഗോൾഡ്, അതായത് ആഭരണങ്ങൾ, കോയിനുകൾ പോലുള്ളവയാണ്. ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും സ്വർണ്ണം വാങ്ങുന്നത് ആഭരണങ്ങളായിട്ടോ കോയിനുകളോ ആയിട്ടാണ്. എന്നാൽ നിക്ഷേപം എന്ന നിലയിൽ ഇത് ഏറ്റവും മോശം മാർഗമാണ്. ഇതിന് പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് ആഭരണം വാങ്ങിയാൽ അതിൽ 10% മുതൽ 35% വരെയുള്ള എമൗണ്ട് മേക്കിംഗ് ചാർജസ്, വേസ്റ്റേജ് എന്നിവയായിട്ട് നഷ്ടപ്പെടും. അതായത് നിങ്ങളുടെ നിക്ഷേപം തുടങ്ങുന്നത് തന്നെ 1 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെ കുറഞ്ഞ മൂല്യത്തിലായിരിക്കും. ഈ ചാർജുകൾ കാരണം ആഭരണം ഒരു നിക്ഷേപ വസ്തു എന്നതിലുപരി ഒരു ഉപഭോഗ വസ്തു മാത്രമായി കണക്കാക്കേണ്ടി വരും. കൂടാതെ മോഷണം, അക്രമ സാധ്യത പോലുള്ള ഹെവി റിസ്ക് കൂടുതലുണ്ട്. രണ്ടാമതായിട്ട് ഗോൾഡ് ETF ആണ്, അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ഡിജിറ്റൽ രൂപത്തിൽ സ്വർണ്ണങ്ങൾ നിക്ഷേപിക്കാനുള്ള ഒരു മികച്ച മാർഗമാണിത്. ഗോൾഡ് ETF എന്നാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്ന സ്വർണ്ണത്തിന്റെ യൂണിറ്റുകളാണ്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് വഴി ഇത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ETF-ന്റെ പ്രധാന ഗുണങ്ങൾ എന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതായത് ഇതിന് മേക്കിംഗ് ചാർജ് ഇല്ല. അതുപോലെ തന്നെ ചെലവ് വളരെ കുറവാണ്. കൂടാതെ ലിക്വിഡിറ്റി സൗകര്യങ്ങൾ ഇതിലുണ്ട്, കാരണം ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിനാൽ എളുപ്പത്തിൽ നിലവിലുള്ള വിലയ്ക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് നോ സ്റ്റോറേജ് റിസ്ക് ആണ്. കാരണം ഡിജിറ്റൽ രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ഇതിന് മോഷണത്തെയും മറ്റ് സേഫ്റ്റി ഇഷ്യൂവിനെയും കുറിച്ചൊന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല. അതുപോലെ തന്നെ ETF-ന്റെ ആക്സസിബിലിറ്റി എന്നത് 100 രൂപ മുതൽ SIP വഴി, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് മാർഗം എന്ന് പറയുന്നത് സവേറിയൻ ഗോൾഡ് ബോണ്ട്സ് അഥവാ SGB ആണ്. ഇന്ത്യൻ സർക്കാരിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പുറത്തിറക്കുന്ന കടപ്പത്രങ്ങളാണ് സവേറിയൻ ഗോൾഡ് ബോണ്ടുകൾ അഥവാ SGB. നിക്ഷേപം എന്ന നിലയിൽ SGB ആണ് ഏറ്റവും മികച്ച മാർഗം എന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. SGB-യുടെ ഡ്യുവൽ ബെനിഫിറ്റ് എന്നത് സ്വർണ്ണവില കൂടുന്നതിന് ലാഭം ലഭിക്കുന്നതിന് പുറമെ നിക്ഷേപകന് വർഷത്തിൽ 2.5% പലിശയും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുകൂടാതെ 8 വർഷം കാലാവധി പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഫ്രീ ആണ് എന്നുള്ളതാണ്. അതായത് വില വർധനവിൽ ഉണ്ടാകുന്ന ലാഭത്തിന് നികുതി കൊടുക്കേണ്ടതില്ല. ഇതാണ് SGB-യുടെ ഏറ്റവും വലിയ ആകർഷണം എന്നുള്ളത്. അതുപോലെ തന്നെ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇതിന് ഗവൺമെന്റ് ഗ്യാരണ്ടി ഉള്ളതിനാൽ സുരക്ഷിതമാണ്. കൂടാതെ ഈ SGB കടപ്പത്രങ്ങളിൽ ലോൺ എടുക്കുന്നതിനായിട്ടുള്ള ഈടായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇനി SGB-യുടെ ദോഷവശങ്ങൾ നോക്കുകയാണെങ്കിൽ SGB-ക്ക് 8 വർഷമാണ് ലോക്ക് ഇൻ പീരീഡ് ഉള്ളത്. പെട്ടെന്ന് തന്നെ പണം ആവശ്യമായിട്ട് വന്നാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കാമെങ്കിലും ചിലപ്പോൾ ETF-കളേക്കാൾ ലിക്വിഡിറ്റി കുറവായിരിക്കും. ഇനി ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്ത നിക്ഷേപകർക്ക് ഗോൾഡ് ETF-കളിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നിക്ഷേപിക്കാൻ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ സഹായിക്കുന്നുണ്ട്. എന്നാൽ ETF-നേക്കാൾ ഉയർന്ന ഫീസ് ഇതിന് നൽകേണ്ടി വരും. അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡ് നോക്കുകയാണെങ്കിൽ Paytm, Google Pay തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി ചെറിയ തുകയ്ക്ക് സ്വർണ്ണം വാങ്ങാൻ സാധിക്കും. എന്നാൽ ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപങ്ങൾക്ക് RBI, SCBI-യുടെ നേരിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാത്തതിനാൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു നിക്ഷേപകൻ സ്വർണത്തിൽ നിന്ന് പരമാവധി ടാക്സും ലാഭവും ആനുകൂല്യങ്ങളും നേടണമെങ്കിൽ SGB ആണ് ഏറ്റവും അനുയോജ്യം. ഇനി ഈ SGB പദ്ധതി നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും പുതിയ ബോണ്ടുകളുടെ വിൽപ്പന ഇപ്പോൾ താൽക്കാലികമായിട്ട് ലഭ്യമല്ലാത്തതുകൊണ്ട് മുമ്പ് വിതരണം ചെയ്ത SB-കൾ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഓഹരികൾ പോലെ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നുണ്ട്. ഇതിനെ സെക്കൻഡറി മാർക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ആവശ്യമാണ്. ശ്രദ്ധിക്കുക, സെക്കൻഡറി മാർക്കറ്റിലെ SGB-കളുടെ വില മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച് സ്വർണത്തിന്റെ യഥാർത്ഥ വിലയേക്കാൾ അല്പം കൂടുതൽ കുറവായിരിക്കും. ഇനി സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇന്ത്യയിലെ നിയമങ്ങളും ടെക്സ്റ്റ് സ്ട്രക്ചേഴ്സും കൃത്യമായി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമാക്കാൻ സഹായിക്കും. സ്വർണം വാങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പ്യൂരിറ്റിയും ഹോൾമാർക്കുമാണ്. സ്വർണത്തിന്റെ ശുദ്ധത അളക്കുന്നത് ക്യാരറ്റിലാണ്. 24 ക്യാരറ്റിൽ 99.9% ശുദ്ധമായ സ്വർണ്ണമാണുള്ളത്. ഇത് സാധാരണയായി കോയിനുകൾക്കും സ്വർണ്ണ കട്ടികൾക്കുമായിട്ടാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. അതുപോലെ 22 ക്യാരറ്റ് എന്നാൽ അതിൽ 91.6% ശുദ്ധമായ സ്വർണ്ണമായിരിക്കും. അതുകൊണ്ടാണ് 22 ക്യാരറ്റിനെ 916 എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണയായി ആഭരണങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി സ്വർണം വാങ്ങുമ്പോൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട BIS ഹോൾമാർക്കാണ്. എന്ന് വെച്ചാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് 2021 ജൂൺ മുതൽ രാജ്യത്തെ 256 ജില്ലകളിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഗോൾഡ് വാങ്ങുമ്പോൾ 22 ക്യാരറ്റിന് 916 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഇതുകൂടാതെ നോൺ ഹോൾമാർക്കഡ് ആയിട്ടുള്ള സ്വർണ്ണം വാങ്ങുന്നത് ഒഴിവാക്കണം. കാരണം അതിന് ഗുണനിലവാരമുള്ള ഉറപ്പില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാ സ്വർണ്ണ ഇടപാടുകൾക്കും കൃത്യമായി ബില്ല് അഥവാ ഇൻവോയ്സ് വാങ്ങി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഭാവിയിൽ സ്വർണം വിൽക്കുമ്പോൾ ടാക്സ് കണക്കാക്കാൻ നിർബന്ധമാണ്. ഇനി ഗോൾഡ് നിക്ഷേപത്തിലെ നികുതി നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നികുതി ബാധകമാണ്. സ്വർണത്തിന്റെ മൊത്തം മൂല്യത്തിന്മേൽ 3% GST നൽകണമെന്നാണ് നിയമം. ഇനി ആഭരണങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ മേക്കിംഗ് ചാർജസിന് മേലെ അധികമായ 5% GST കൂടി നൽകണം. ഉദാഹരണത്തിന് 50,000 രൂപ മൂല്യമുള്ള സ്വർണത്തിന് 1,500 രൂപ GST നൽകേണ്ടി വരും. ഇനി ഈ ഗോൾഡ് വിൽക്കുമ്പോൾ ഹോൾഡിംഗ് കാലയളവ് അനുസരിച്ചാണ് ലാഭത്തിന്മേലുള്ള നികുതി അഥവാ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നിശ്ചയിക്കുന്നത്. ഫിസിക്കൽ ഗോൾഡ്, ഗോൾഡ് ETF, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവ 36 മാസത്തിൽ താഴെയാണ് കൈവശം വെച്ചതെങ്കിൽ ലാഭം നിങ്ങളുടെ സാധാരണ വരുമാനമായിട്ട് കണക്കാക്കി
ഇൻകം സ്ലാബ് അനുസരിച്ചാണ് ടാക്സ് ഈടാക്കുന്നത്. അതുപോലെ തന്നെ 36 മാസത്തിൽ കൂടുതലാണ് കൈവശം വെച്ചിട്ടുള്ളതെങ്കിൽ 20% ടാക്സ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റോട് കൂടി നൽകണം. ഇനി SGBയുടെ പ്രത്യേക നികുതി നിയമം നോക്കുകയാണെങ്കിൽ 8 വർഷം കാലാവധി പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻസ് പൂർണ്ണമായിട്ട് നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ SGBക്ക് വർഷാവർഷം ലഭിക്കുന്ന 2.5% പലിശ നിങ്ങളുടെ വരുമാനത്തിന്റെ ഭാഗമായി കണക്കാക്കി ഇൻകം സ്ലാബ് അനുസരിച്ച് ടാക്സ് നൽകണം. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണ വിൽപ്പന ഇടപാടുകൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് വിവരങ്ങൾ നിർബന്ധമായിട്ട് നൽകിയിരിക്കണം. ഇത് ടാക്സ് വെട്ടിപ്പ് തടയാൻ സർക്കാരിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. സ്വർണം ഒരു സേഫ് ഹാവൺ അസറ്റായി ഇനിയും തുടരുക തന്നെ ചെയ്യും. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും സെൻട്രൽ ബാങ്ക് ബൈയിങ്ങും നിലനിൽക്കുന്നിടത്തോളം കാലം സ്വർണത്തിന്റെ മൂല്യം കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ 5% മുതൽ 10% വരെ സ്വർണത്തിൽ നിക്ഷേപിച്ച് റിസ്ക് കുറയ്ക്കുന്നതിലൂടെ നല്ലൊരു സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക. നിക്ഷേപത്തിനായിട്ട് ടാക്സ് ഫ്രീ നേട്ടങ്ങൾ നൽകുന്ന SGBകൾക്കോ അല്ലെങ്കിൽ ഉയർന്ന ലിക്വിഡിറ്റിയുള്ള ഗോൾഡ് ETFകൾക്കോ മുൻഗണന നൽകുക. നിക്ഷേപം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. സ്വർണ്ണത്തെക്കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മാത്രം ഒരു ലൈക്ക് അടിക്കുക. ഇതുപോലെ ലോകത്തിൽ നടക്കുന്ന നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡെയിലി നിങ്ങളിലേക്ക് എത്താനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും കൂട്ടുകാരിലേക്കും ഈ വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോ എത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സ്നേഹപൂർവ്വം ദാസൻ നെന്മാറ.